ഹലോ ഫ്രണ്ട്സ്, നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള റവ കൊണ്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ അര കപ്പ് വീതം 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്ര റവ എടുത്തെങ്കിൽ അത്ര ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ എടുക്കണം. അപ്പോൾ അതേ അളവിൽ തന്നെ 2 കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലില്ലെങ്കിൽ വെള്ളം ചേർക്കാം. പാൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അവരുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അതേമാതിരി ഞാൻ ചെയ്യണതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനൊരു പാനിലേക്ക് അല്പം 1 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തേങ്ങയുടെ ഭാഗം ഞാൻ നാളികേരക്കൊത്ത് ഒന്ന് ചെറുതായി അരിഞ്ഞ ശേഷം ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ നാളികേരക്കൊത്തൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ കൂടുതൽ വെള്ളം ആവില്ല. അപ്പോൾ നമ്മുടെ ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം റവ. അപ്പം ഞാനൊരു നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഇതിപ്പോൾ ഒരു വലിയ പഴമാണ്. അപ്പോൾ ഞാനൊരു 3/4 എടുത്തിട്ടുള്ളൂ. അതൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതാണേ. അപ്പോൾ ഞാൻ എടുത്ത ശർക്കര പാനി കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടാനും പാടില്ല. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ വറുത്ത നാളികേരക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യടക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മധുരം ബാലൻസ് ചെയ്യാനായിട്ടൊരു 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടരുത്. അപ്പോൾ ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി ഞാൻ ഒരു ഉണ്ണിയപ്പത്തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ. ഇനി അതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് നമ്മുടെ ഉണ്ണിയപ്പം നാടൻ ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്കാണെങ്കിൽ ഒരു ഇത്തിരിയോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ നേരത്തെ നെയ്യ് ചേർത്തിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലാക്കിയിട്ട് ഇതേമാതിരി തട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഓരോ കുഴിയിലും. അപ്പോൾ നമുക്ക് ഒഴിക്കാൻ എളുപ്പമുണ്ട്. ഈ കയ്യിലോണ്ട് ഒഴിച്ചു കൊടുക്കാനായിട്ടും എളുപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഗ്യാസ് ഓണാക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് തന്നെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തന്നെ വിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഉണ്ണിയപ്പമാണ്. അപ്പോൾ 2 സൈഡ് നേരെ തന്നെ വിട്ട് വന്നിടുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ കോരി എടുക്കുക അല്ലെങ്കിൽ ഇതുമാതിരി കുത്തിയെടുക്കുക ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചായക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റവ കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. നമ്മൾ ചൂടാറിയ ശേഷം നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഉണ്ണിയപ്പം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.